ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സൈനിക സംഘട്ടന സാഹചര്യത്തിലാണ്. യുദ്ധമെന്നും ആക്രമണമെന്നും അതിലാഘവത്തോടെ നാം കേൾക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊന്നും അത്ര നിസ്സാരമല്ല. കാരണം ഇരു രാജ്യങ്ങളും ആണവശക്തികളാണ്. ഇരു രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സൈനിക ശക്തികളുടെ പിന്തുണയുണ്ട്. ഇരു രാജ്യങ്ങൾക്കും അതിഭീകരമായ ആയുധ ശേഖരവുമുണ്ട്. മിസൈലും സൈനിക സംഖ്യയും കപ്പലുകളും ജെറ്റുകളും ഉൾപ്പെടെയുണ്ട്. എന്നാൽ ഇത് എത്ര മാത്രമാണെന്ന് അറിയാമോ? നമുക്കതൊന്ന് പരിശോധിക്കാം. സൈനിക ശേഷിയുമായി ബന്ധപ്പെട്ട ഗ്ലോബൽ ഫയർ പവർ മിലിറ്ററി സ്ട്രെങ്ത് റാങ്കിങ്ങിൽ ഇന്ത്യ 4ാമത്തെ കരുത്തുറ്റ സൈനിക ശക്തിയാണ്. ഇതേ റാങ്കിങ്ങിൽ പാകിസ്ഥാൻ 12ാമതാണുള്ളത്. 1, 2, 3 സ്ഥാനങ്ങളിൽ US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളാണുള്ളത്. സൈനിക ചെലവുകളിൽ ലോകത്തെ 5ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. 2024 ഇന്ത്യ പ്രതിരോധത്തിനായി 7.18 ലക്ഷം കോടി രൂപയാണ് ചെലവാക്കിയത്. അതായത് ഇന്ത്യയുടെ GDPയുടെ 2.3%. ഈ കാലയളവിൽ പാകിസ്ഥാൻ 85,000 കോടി രൂപയും ചെലവാക്കിയിട്ടുണ്ട്. കരസേനയിൽ നമ്മുടെ ഇന്ത്യക്ക് 51,37,551 അംഗങ്ങളുണ്ട്. പാകിസ്ഥാന് 17,04,000 പേരുമുണ്ട്. നമുക്കെത്ര സൈനിക വിമാനങ്ങളുണ്ടെന്നറിയാമോ? ഇന്ത്യക്ക് 2,229 സൈനിക വിമാനങ്ങളുണ്ട്. പാകിസ്ഥാന് 1,399 വിമാനങ്ങളുമുണ്ട്. ഇന്ത്യക്ക് 3,151 കോമ്പാറ്റ് ടാങ്കുകളുള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് 1,839 എണ്ണമാണ്. പാകിസ്ഥാന്റെ സമുദ്രാതിർത്തിയിൽ നേവി കവർ ചെയ്യുന്നത് വെറും 1,046 കിലോമീറ്റർ മാത്രമാണ്. അവർക്കുള്ള നാവിക കപ്പലുകൾ എന്ന് പറയുന്നത് 121 എണ്ണമാണ്. എന്നാൽ ഇന്ത്യയുടെ നേവി 6,100 കിലോമീറ്റർ ദൂരം കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് 293 നാവിക കപ്പലുകളുമുണ്ട്. അന്തർദേശീയ റിപ്പോർട്ടുകൾ പ്രകാരം 2023 ഇന്ത്യ 22,545 കോടി രൂപയാണ് അണ്വായുധങ്ങൾക്ക് വേണ്ടി ചെലവിട്ടത്. പാകിസ്ഥാൻ 8,350 കോടിയും ചെലവഴിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് നിലവിലുള്ളത് 180 അണ്വായുധ മിസൈലുകളും പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ളത് 170 ന്യൂക്ലിയർ മിസൈലുകളുമാണ്. ഇന്ത്യക്ക് സൈനിക സഹായം നടത്തുന്നതിൽ 36% റഷ്യയാണ്. 33% സഹായം ഫ്രാൻസും നൽകുന്നുണ്ട്. ബാക്കി വരുന്നതിൽ 18% ഇസ്രായേലാണ് നൽകുന്നത്. പാകിസ്ഥാന്റെ കാര്യം വരുമ്പോൾ അവരുടെ സൈനിക സഹായത്തിൽ 81% ചൈനീസ് സഹായമാണ്. 10% നെതർലൻഡും 6% സഹായം തുർക്കിയുമാണ് അവർക്ക് നൽകുന്നത്. അപ്പോൾ മുകളിൽ നൽകിയ വിവരങ്ങൾ വെച്ച് ഇന്ത്യക്ക് പലയിടത്തും മുൻതൂക്കമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പാകിസ്ഥാൻ ഒട്ടും പിന്നിലുമല്ല. സൈനിക സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതൊരു യുദ്ധമായി തീരാതിരിക്കാൻ നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വീഡിയോകൾക്കും വിവരങ്ങൾക്കും വെയിറ്റ് ന്യൂസ് ഫോളോ ചെയ്യുക.